എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ എഡ്യൂക്കേഷൻ കമ്മീഷൻസ് പ്രീ ഇൻഡിപെൻഡൻസ് ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് നമുക്ക് നോക്കാം. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് 1947 ശേഷം വന്ന പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ കമ്മീഷൻസ് അല്ലെങ്കിൽ നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കേണ്ട ആവശ്യമുണ്ട്. ജസ്റ്റ് നമുക്ക് മുന്നിലേക്ക് പോകാം. ഒരു 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 എന്താ പറയുക, പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫോക്കസ് പോയിന്റിലാണ് നമ്മൾ എടുക്കുന്നത്. വിശദമായിട്ടുള്ള ക്ലാസ്സുകളല്ല, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർഷങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എന്തായാലും തുടങ്ങാം. ഫസ്റ്റ് വൺ, നമ്മളെല്ലാവരും കേട്ട് പരിചയിതനായ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നാണ് വന്നത്? 1948-ൽ 49 വന്ന രാധാകൃഷ്ണൻ കമ്മീഷൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് അതിന് അധ്യക്ഷനായിട്ടിരുന്നത്. ആദ്യം അനുമതി നൽകിയത് തന്നെ നമ്മളുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്, ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആണ് ആരാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കില്ല. ഇനി അത് ഞാൻ പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്ത്യൻ സർക്കാരാണ് അനുമതി കൊടുക്കുന്നത്. ബേസിക്കലി സർവകലാശാല വിദ്യാഭ്യാസത്തിനെ പുനഃസംഘടിപ്പിക്കുക. ഇതിപ്പോ ബേസിക്കലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് ഈ വരികളെല്ലാം, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ സർവകലാശാല യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിദ്യാഭ്യാസം വന്നിട്ടുള്ളത്. പിന്നെ എന്തൊക്കെയാണ് മുഖ്യ ശുപാർശകളായിട്ട് വന്നിട്ടുള്ളത്? സ്വയംഭരണ സ്ഥാപനങ്ങൾ വികസിപ്പിക്കുക, അതായത് ഓട്ടോണോമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ഇപ്പൊ കുറെ ഓട്ടോണമസ് കോളേജുകളും ഒക്കെ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഇവിടെയുണ്ട്. അതുപോലെയുള്ളത് കൊണ്ടുവരണം എന്നാണ് ആദ്യമായിട്ട് പറഞ്ഞത് രാധാകൃഷ്ണൻ കമ്മീഷൻ 1948-49. ശാസ്ത്രീയ ഗവേഷണത്തിന് ഊന്നൽ നൽകുക. ശാസ്ത്രീയ ഗവേഷണങ്ങൾ അറിയാലോ, സയന്റിഫിക് ആയിട്ടുള്ള റിസർച്ചിന് കൂടുതൽ എന്താ പറയാ ഇമ്പോർട്ടൻസ് നൽകണം എന്നാണ്. ഗ്രാമമേഖലകളിൽ സർവകലാശാലകൾ സ്ഥാപിക്കുക, അതൊരു ഇമ്പോർട്ടൻസ് സാധനം. ഗ്രാമങ്ങളിലൊന്നും സർവകലാശാലകളില്ല, ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഉണ്ടാവും. ഒരു 10, 100, 200, 300 ഏക്കറുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ സർവകലാശാല ഉണ്ടാവും, യൂണിവേഴ്സിറ്റീസ് ഉണ്ടായിരിക്കും. പക്ഷെ ഒരിക്കലും ഗ്രാമത്തിന്റെ സൈഡിൽ സാധാരണക്കാർക്ക് ഒരു വരുമാനവും പഠനവും ഒന്നിച്ച് കിട്ടുന്ന തരത്തിൽ എവിടെയും കാണാറില്ല. അപ്പോൾ അതും കൂടെ വേണമെന്ന് പറയുന്നു. അടുത്തത് മുതലിയാർ കമ്മീഷൻ. ആ മുതലിയാർ കമ്മീഷൻ 1952-53 വരുന്നു. അപ്പോൾ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ എ ലക്ഷ്മൺ സ്വാമി മുതലിയാർ ആണ്. മുത്ത ഇല്ല കേട്ടോ. ഓക്കെ, മുതലിയാറാണ്, ഇന്ത്യൻ സർക്കാരാണ് വരുന്നത്. മുഖ്യ ശുപാർശകൾ എന്തൊക്കെയായിരുന്നു? 10+2, ബേസിക്കലി നമ്മളുടെ +2 എന്ന് പറയുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം അവതരിപ്പിക്കുന്നതോടുകൂടി തന്നെയാണ് മുതലിയാർ കമ്മീഷൻ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായി 10ാം ക്ലാസ് വരെ ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിനുശേഷമാണ് ഈ ഒരു കുട്ടിയുടെ എന്താ പറയുക ഇന്റലക്ച്വൽ ലെവലായാലും പഠന നിലവാരമായാലും മെച്യൂരിറ്റി ആയാലും ഒക്കെ മാറുന്നുണ്ട്. അപ്പൊ 10+2 എന്ന് പറയുന്ന വിദ്യാഭ്യാസ സംവിധാനം വരുന്നത് ഇവിടെ, അവതരിപ്പിക്കുന്നത് ഇവരാണ്. മൾട്ടി പർപ്പസ് സ്കൂളുകൾ സ്ഥാപിക്കുക. ഒരു സ്കൂളിന് പഠനം മാത്രമല്ല ഉത്തരവാദിത്വം, അങ്ങനെയല്ലേ പറയാറുള്ളൂ. ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ടീച്ചർ മാത്രമല്ല എന്ന് പറയുമ്പോൾ തന്നെ ഇതിന്റെ ഒരു ബന്ധം നമുക്ക് മനസ്സിലാക്കാം. തൊഴിൽ കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക. അപ്പൊ കുറേ കമ്മീഷൻസ് ആയി പറയുന്നു തൊഴിലിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, തൊഴിൽ 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 എന്ന് പറയുന്നു. തൊഴിലും കൂടെ ഇതിൽ ഇമ്പോർട്ടന്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തത് നോക്കാം. കോത്താരി കമ്മീഷൻ. ഇത് കേൾക്കാത്ത ഒരാളും ബി എഡ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല, സാധാരണ PSCക്കാർ പോലും കേട്ടിട്ടുണ്ടായിരിക്കും. 1964 മുതൽ 1966 വരെയുള്ള ഒരു സമയത്താണ് ഡോക്ടർ BS കോത്താരിയുടെ ആഭിമുഖ്യത്തില് നമ്മൾ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയാണ് ഇതിന് കൊടുക്കുന്നത്. അപ്പൊ ദേശീയ വിദ്യാഭ്യാസ സമ്പ്രദായം ഏകീകരിക്കുക, നാഷണൽ എഡ്യൂക്കേഷൻ എല്ലാം ഒരുപോലെയാക്കുക എന്നുള്ളതാണ്. അതായത് പല സ്ഥലങ്ങളിൽ, ഇപ്പൊ കേരളത്തിന് ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം, കർണാടകയ്ക്ക് വേറൊന്ന്, മണിപ്പൂരിന് വേറൊന്ന്, ജമ്മു കാശ്മീരിന് വേറൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. ഇന്ത്യ മുഴുവൻ ഒരു സമ്പ്രദായം കൊണ്ടുവന്നാൽ മാത്രമേ ശേഷം അവർക്ക് പഠനത്തിലും പഠന നിലവാരത്തിലും അത് കഴിഞ്ഞിട്ടുള്ള ജോലിക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും പറയാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ ഇപ്പൊ നമ്മൾ NEP പ്രകാരം ഇപ്പോ BEdന്റെ ഒക്കെ കാലാവധി മാറ്റുന്നുണ്ട്. അപ്പൊ വിദ്യാഭ്യാസ സമ്പ്രദായം ഏകീകരിക്കാൻ, യൂണിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോത്താരി കമ്മീഷൻ ആദ്യമായിട്ട് വന്നത് തന്നെ. ഇവിടെ വേറൊരു പ്രത്യേകതയും കൂടെ വന്നിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ കമ്മീഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ജസ്റ്റ് മുമ്പ് പറഞ്ഞത് 10+2 പറഞ്ഞത് ഇവർ പറഞ്ഞു. കോത്താരി കമ്മീഷൻ പറയുന്നു 10+2+3, നിങ്ങൾ ഒരു ഡിഗ്രിയും കൂടെ നടത്തണം, എന്നാലേ അവന്റെ പൂർണ്ണമായിട്ടുള്ള വളർച്ച എത്തും. ഇവിടെ പൂർണ്ണ വളർച്ച എത്താൻ ഇപ്പം 10, 40, 30 വയസ്സായിട്ടൊന്നും ആൾക്കാർക്ക് പറ്റുന്നില്ല. പിന്നെയാണ് ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കുട്ടി എന്തെങ്കിലും ചെയ്യിപ്പിക്കുക എന്നുള്ളത്. എനിവേ, അപ്പൊ 10+2+3 എന്ന് പറയുന്ന സമ്പ്രദായം ഇപ്പൊ NEP വന്നിട്ട് ഇതെല്ലാം അടിച്ചുറച്ച് വാർത്തിട്ടുണ്ടല്ലോ, നോക്കാം. ഓക്കെ, 6 മുതൽ 14 വയസ്സിന് ഇടയിലുള്ള കുട്ടികളുടെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം, അത് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ നിങ്ങളിപ്പോ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും സാധാരണ കുട്ടികൾ അന്യസംസ്ഥാനത്തെ ഒക്കെ ജോലിക്ക് വേണ്ടി നടക്കുന്നതായിട്ട് കാണാം. അപ്പൊ മുഴുവനെ ഒന്ന് നടപ്പായി എന്ന് പറയാൻ പറ്റില്ല. നമ്മളുടെ മുന്നിൽ കാണുന്ന എല്ലാവരെയും, കേരളത്തിലുള്ള എല്ലാവരെയും നമ്മൾ എത്തിക്കുന്നുണ്ടെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി ദേശീയ വിദ്യാഭ്യാസ നയം 1968, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ് വരുന്നത്, 1968 വരുന്നുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, പ്രധാനപ്പെട്ട വർഷവുമാണ്. അധ്യക്ഷൻ DS കോത്താരി തന്നെയാണ്.
ഇന്ദിരാഗാന്ധിയാണ് ഇതിന് പ്രാമുഖ്യം അല്ലെങ്കിൽ അനുമതി നൽകുന്നത്. എന്താണ്? പാരമ്പര്യ ഭാഷകളുടെ പ്രോത്സാഹനം, പാരമ്പര്യമായിട്ട് വരുന്ന നമ്മളുടെ നാട്ടിലുള്ള ഭാഷകൾ. അപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ഇംഗ്ലീഷ് ലാംഗ്വേജും ഒന്ന് മാറ്റി നിർത്തുക എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അതിനൊരു ഇമ്പോർട്ടൻസ് അല്ല. അത് ഇന്ത്യൻ കൾച്ചറിന്, ഇന്ത്യൻ ലാംഗ്വേജസിന് ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചോദിച്ചേക്കാം, ത്രീ ലാംഗ്വേജ് ഫോർമുല ആരാണ് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ത്രീ ലാംഗ്വേജ് ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും ഇന്ത്യയിൽ ഒരാൾ പഠിച്ചിരിക്കേണ്ട ലാംഗ്വേജ് എന്ന് പറയുന്നത് മാതൃഭാഷ ഉണ്ടായിരിക്കണം, ഇംഗ്ലീഷ് ഉണ്ടായിരിക്കണം, ഹിന്ദി ഉണ്ടായിരിക്കണം. മനസ്സിലായോ? അതാണ് ഈ ത്രീ ലാംഗ്വേജ് ഫോർമുല എന്ന് പറയുന്നത്. അത് ഏതിലാണ് വന്നിട്ടുള്ളത്? ദേശീയ വിദ്യാഭ്യാസ നയം ആണ് 1968 വന്നിട്ടുള്ളതിലാണ് വരുന്നത്. ഇനി അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം 6 മുതൽ 14 വയസ്സ് വരെ കുട്ടികളുടെ കമ്പൽസറി, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. സയൻസ്, ടെക്നോളജി, ഗവേഷണ രംഗങ്ങളിലും പ്രോത്സാഹനം നൽകണം. അപ്പോൾ എല്ലായിടത്തേക്കും ദേശീയ വിദ്യാഭ്യാസ നയമാണല്ലോ ദേശത്തിന് അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ എല്ലാവർക്കും ഒരുപോലെ എത്തേണ്ടതാണ്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിൽ മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. ഇപ്പോൾ ആർട്ടോ, ലിറ്ററേച്ചറോ, എഞ്ചിനീയറിംഗ് ഏതെങ്കിലും ഒന്നിന് ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല. എല്ലാത്തിലും സയൻസോ ടെക്നോളജി എല്ലാം ഒരു പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും മുന്നിലേക്ക് പോകാൻ തക്ക തരത്തിലായിരിക്കണം ഇത് ഉണ്ടായിരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് ദേശീയ വിദ്യാഭ്യാസ നയം 1968 ഇറങ്ങുന്നത്. പിന്നീട് പിന്നോക്ക വിഭാഗങ്ങൾ, സ്ത്രീകൾ, ഷെഡ്യൂൾഡ്, SC, ST, ST എന്നീ വിഭാഗങ്ങളിലുള്ളവർക്കും പ്രത്യേക പദ്ധതികൾ അവരുടെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇന്നും റിസർവേഷൻ കാറ്റഗറിയിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ നല്ലതാണ്, അവർക്കും ഒരു സാഹചര്യം കിട്ടണമല്ലോ. അത് കൊണ്ടുവന്നത് ഈ ഒരു പദ്ധതിയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു നയത്തിലൂടെ, പോളിസിയിലൂടെ ആണ്. ഇനി വയോജനങ്ങൾക്കും പ്രായപൂർത്തിയായവർക്കും വിദ്യാഭ്യാസം നൽകുക. ഇപ്പോ കഴിഞ്ഞ ഒരു മാസം മുന്നെയാണ് നടൻ ഇന്ദ്രൻസ് തുല്യതാ പരീക്ഷ എഴുതി പാസ്സായത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ വയോജനങ്ങൾക്കും പ്രായപൂർത്തിയായവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും എഡ്യൂക്കേഷൻ അതേപോലെ തുടർന്ന് പോകാൻ പറ്റിയെന്ന് നിർബന്ധം ഉണ്ടായിരിക്കില്ല. അവരവരുടെ ജോലികളിൽ ചിലപ്പോൾ കുടുങ്ങുന്നുണ്ടായിരിക്കാം. അപ്പൊ അതിനനുസരിച്ച് പിന്നീട് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓക്കെ, അവർക്ക് ഈ പിന്നീടും വിദ്യാഭ്യാസം ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കണമെന്നും കൂടെ പറയുന്നുണ്ട്. പിന്നെ 1986 ദേശീയ വിദ്യാഭ്യാസ നയം വീണ്ടും രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ വരുന്നുണ്ട്. അപ്പൊ സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതിക്ക് വിദ്യാഭ്യാസം ഉപയോഗിക്കണം. വെറുതെ ഇരുന്നാൽ പോരാ, എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാവണമല്ലോ. സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള പുരോഗതിക്ക് വരണം എന്ന് പറയുന്നു. ഇനി അവിടെ എന്തൊക്കെയാണ് പ്രധാന ശുപാർശകൾ? നമ്മൾ BEdന് പഠിച്ചിട്ടുള്ള ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലേ, അത് വരുന്നത് 1986 ഈ ഒരു നയത്തിലൂടെയാണ്. അത് എങ്ങോട്ട് വേണ്ടിയിട്ട്, ആർക്ക് വേണ്ടിയിട്ട്? പ്രാഥമിക വിദ്യാലയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് വരുന്നത്. ഇനി പരിസ്ഥിതി വിദ്യാഭ്യാസം ഊന്നൽ നൽകുക. ഇന്ന് നമ്മളെല്ലാം പറയുന്നതാണ് പരിസ്ഥിതി ഇല്ല, പരിസ്ഥിതി ഇല്ല, നേച്ചർ കേടുവന്നുകൊണ്ടിരിക്കുന്നു. അന്നേ പറയുന്നുണ്ട് 1986 എന്താണ്? പരിസ്ഥിതി വിദ്യാഭ്യാസം, നേച്ചർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് നൽകണമെന്ന് പറയുന്നു. ഇനി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഓക്കെ, ഡോക്ടർ എസ് നമ്മളുടെ ഇദ്ദേഹം ഫേമസ് ആയിട്ടുള്ള ആളാണ്. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. കസ്തൂരി രംഗൻ ജി ആണ് ഇത് പറഞ്ഞിട്ടുള്ളത്. കസ്തൂരി രംഗൻ വേറൊരു കാര്യത്തിലും കൂടെ ഫേമസ് ആണ്, നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, പറഞ്ഞിനി ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ ഇതിൽ വരുന്ന മേജർ എലമെന്റ്സ് അല്ലെങ്കിൽ ഇപ്പൊ നെറ്റിന് പോലും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ECCE എന്താണെന്ന്. അതിന്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ളവരുടെ കുഞ്ഞ് മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്. അപ്പൊ ECCയുടെ ഫുൾ ഫോം ഞാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. ഏത് വയസ്സിന് ഇടയിലുള്ളവരുടെ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ ഇടയിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നത്. പിന്നീട് 10+2 എന്ന് പറയുന്ന സമ്പ്രദായത്തിൽ മാറ്റി 5+3+3+4 എന്ന് പറയുന്ന സ്ട്രക്ചറിലേക്ക് ഇപ്പൊ മാറ്റിയിട്ടുണ്ട്. അതിനിപ്പോഴും വളരെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ ഡിഗ്രി ലെവലിൽ. അപ്പൊ അതും. ഇനി അടുത്ത ഒരു ഫുൾ ഫോം ചോദിച്ചു കണ്ടിട്ടുള്ളത് FLN ആണ്, ഫോക്കസ് ഓൺ ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി ലെവൽ. ആൾക്കാർക്ക് ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അതിനും ഫോക്കസ് കൊടുക്കുന്നുണ്ട് NEP എന്ന് പറയുന്നത്. NEP കുറെ കാര്യങ്ങൾക്കും ഫോക്കസ് കൊടുക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ടേംസ് ആണ് നമ്മൾ ഇതിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അടുത്തത് അച്ചീവ് 100% ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ, GER. ഇതും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. എന്താണ് GER? NEPയിലെ GER എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ എന്നുള്ളതാണ് ഈ GER. അപ്പൊ 100% എത്തിക്കുക, എല്ലാവരെയും വിദ്യാഭ്യാസത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട. ഏത് വർഷമാകുമ്പോഴേക്കും 2030 ആകുമ്പോഴേക്കും എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടണം എന്നുള്ള രീതിയിലേക്കാണ് ഇത് പറയുന്നത്. അപ്പൊ ഇത്രയും വാക്കുകളും ടേംസും കൂടെ ഇതിൽ പഠിച്ചിരിക്കണം. ഇമ്പോർട്ടന്റ് ആണ് ഇത്. എവിടെ നിന്നും ചോദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇത്. അപ്പൊ മറക്കരുത്. അപ്പോ എന്തായാലും ഈ ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് വെച്ച് പോകുന്ന ഒരു ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഏതെങ്കിലും ടോപ്പിക്സ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ തൽക്കാലം വിദ്യാഭ്യാസ കമ്മീഷനുകളിൽ ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ അവതരിപ്പിക്കാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അപ്പോൾ ബൈ ബൈ ആൻഡ് സീ യു.